എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്ത ഒരു ഷൂട്ട് നടന്നത് 2 വർഷം കഴിഞ്ഞ്, അതും മെറ്റേണിറ്റി ഷൂട്ടായിട്ട്. അതും ഒരു ലക്കിനാണ് നടന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷൂട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു എന്റെ ഡെലിവറി. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയില്ലെങ്കിൽ ചിലപ്പോൾ ഇതും നടക്കില്ലായിരുന്നു. ഷൂട്ടിന്റെ തീം റിജില് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് ഡബിൾ ഓക്കെ ആയിരുന്നു. ഗാലറി നോക്കിയപ്പോഴാണ് ഞാൻ നടക്കുന്നതിന്റെയും പർച്ചേസ് ചെയ്യുന്നതിന്റെ ഒക്കെ കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ഞാൻ എല്ലാവരുടെയും വീഡിയോസ് എടുക്കുമെങ്കിലും എന്റെ വീഡിയോ അങ്ങനെ ആരും എടുക്കാറില്ല. ഞാൻ പറയാതെ തന്നെ എന്റെ നിറവേറുമായിട്ടുള്ള നടക്കുന്ന റാൻഡം വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാതെ സന്തോഷം തോന്നി. അതിന് റിജിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് എന്റെ ബേബി ബമ്പിനെ മിസ് ചെയ്തു. മേക്കപ്പ് ചെയ്തത് പോപ്പി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. നല്ല സിമ്പിൾ സട്ടിൽ ആയിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു. ഇവരെ രണ്ടുപേരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ കമ്പനിയായി. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയൊരു ഷൂട്ടായിരുന്നു ഇത്. മേക്കപ്പ് ആണെങ്കിലും തീം ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും എല്ലാം ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നൊരു ടാസ്ക് ആയിരുന്നെങ്കിൽ റിജലിന്റെ മനസ്സിലുള്ള കൺസെപ്റ്റ് വെച്ചുള്ള ലൊക്കേഷൻ നമുക്ക് നേരെ ഫ്ലാറ്റിന് അടുത്ത് തന്നെ കിട്ടി കേട്ടോ. ഞങ്ങൾ റെഡി ആയിട്ട് വരുന്ന ടൈമിൽ ലൊക്കേഷനിൽ എല്ലാ പ്രോപ്പർട്ടീസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി 2 മെറ്റർനിറ്റി ഷൂട്ട് ചെയ്തത് കാരണം ഇതൊരു ബേബി ജെൻഡർ റിവീലിംഗ് ഷൂട്ടായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ബേബി ഗേളിന്റെ ഡ്രസ്സ് വെച്ചും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, ബോയുടെ ഡ്രസ്സ് വെച്ചിട്ടും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തീമും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റിലൂടെ എന്നെ അറിയിക്കണേ.